ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളായി ഒതുങ്ങി നിന്ന ആന്റണി പെട്ടെന്ന് ഒരു ദിവസം സിനിമയുടെ അരങ്ങത്തേക്ക് കയറി വന്നു. സിനിമയിലുള്ള തന്റെ സുഹൃത്തുക്കളുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇദ്ദേഹം സംവിധായകന്റെ കുപ്പായം അണിയുന്നത്. തന്നിലെ സംവിധായകന്റെ കഴിവ് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്തു ഈ കലാകാരൻ. ഈ മണിമുഴക്കം എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ തത്തി കളിക്കുക. വളരെ കോസ്റ്റ് കുറഞ്ഞ് വിപിൻദാസ ക്യാമറ, ലൈറ്റൊന്നുമില്ല, ഒരു സൺഗണ്ണ വെച്ചിട്ട് അത് പടം ഷൂട്ട് ചെയ്തത്. അത് ആ ഷൂട്ടിങ്ങിൽ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടത് പിന്നീട് പ്രശസ്തനായ ശ്രീനിവാസനാണ്. അന്ന് മുതൽ ശ്രീനിവാസൻ ഇത്ര എത്തുന്നോ ഇങ്ങനെ വളരുന്നോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ അയാളുടെ അശ്രാന്ത പരിശ്രമം അത് മാത്രം തന്നെയാണ്. ശ്രീനിവാസൻ്റെ വ്യക്തിത്വം അയാളുടെ വർക്കുകളിൽ അയാൾക്ക് എന്താവാമെന്നൊക്കെ ആയിട്ടുണ്ട് അയാൾ. അത് തുടക്കം അവിടെയാണ്. അപ്പോൾ ഇത് മനസ്സിൽ കിടന്നു, ലൈറ്റൊന്നും അധികം വേണ്ട, നമുക്കൊരു ചെറിയ പടം എടുക്കാം. ഈ മോഹം ഞാൻ ഈ സുഹൃത്തുക്കളായിട്ട്, അപ്പോഴേക്കും ജോൺ പോൾ, കലു ഡെന്നീസ്, കിത്തോ കുറച്ചുകൂടി ആത്മബന്ധം വളർന്നു, സുഹൃത്തുക്കളായി. ഇവരോട് പങ്കുവയ്ക്കും, നമുക്കിനി സിനിമ എടുക്കാമല്ലോ. ഇപ്പോൾ കാശില്ല, പിന്നെ അത് എടുക്കാനുള്ള കാശുണ്ടാക്കാനുള്ള ശ്രമമായി ഇതിൻ്റെ വർക്കിൻ്റെ ഇടയിൽ. അങ്ങനെ ഇതിന് സിനിമ ഉണ്ടാക്കാനുള്ള കാശ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ കാശുണ്ടാക്കിയപ്പോൾ ഡെന്നീസ് പറഞ്ഞിട്ടാ നീ ഡയറക്റ്റ് ചെയ്യ്. അപ്പോൾ അന്ന് വരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. പിന്നീട് ആലോചിച്ചത് ഈ അറിയാത്ത കാര്യങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ പറ്റില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ ഞാൻ ചെയ്യാം എന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചായി എൻ്റെ മനസ്സിലത് ചെയ്യണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ പുതിയ ആൾക്കാരെ ഇടാം. അങ്ങനെയാണ് ഒരു കഥ ഫോം ചെയ്തതാണ് ഇണയെ തേടി. അന്ന് ശോഭ എന്നൊരു നടിയുണ്ടായിരുന്നു, നല്ല നടി. അവരെ വെച്ച് എടുക്കാം, ബാക്കിയൊക്കെ പുതിയ ആൾക്കാരെ വയ്ക്കാം. പക്ഷേ ശോഭ ആത്മഹത്യ ചെയ്തു. പിന്നെയാണ് നമ്മൾ പുതിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ആർട്ടിസ്റ്റുകളിൽ നോക്കി ഒന്നും കിട്ടുന്നില്ല. അവസാനം കിട്ടിയതാണ് സ്മിത. പിന്നെ നോക്കുമ്പോൾ ജോൺ പോള് തിരക്കഥ എഴുതട്ടെ, പിന്നെ മ്യൂസിക്. അപ്പോൾ ഭരതിൻ്റെ സെറ്റപ്പിൽ ആരംഭത്തിന് റീറിക്കാർഡ് ചെയ്തൊരാളുണ്ട്, അതാണ് ജോൺസൺ. അപ്പോൾ ഭരതനോടൊക്കെ സംസാരിച്ച് പറഞ്ഞു ആ മിടുക്കനവൻ തൃശ്ശൂർകാരനെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ തൃശ്ശൂരായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ജോൺസൺ വിളിച്ചു. അപ്പോൾ ജോൺസൺ അന്ന് ഇളയരാജ എന്ന് പറയുന്ന പ്രശസ്തനായ സംഗീത സംവിധായകൻ്റെ സെറ്റിൽ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുക. ഞാനവിടെ ചെന്ന് കണ്ടു. ഇയാൾ ഇറങ്ങി വന്നു. വേഗം പറഞ്ഞ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ പറയുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റുമോ? അനുചേട്ടാ ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. നീ ചെയ്തിട്ടുണ്ടോയെന്നല്ല, എനിക്ക് പറ്റുമോ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമോ? കുറേ നേരം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു നമുക്ക് ചെയ്യാമല്ലേ. നമ്മൾ ചെയ്യാമല്ലേ എന്നല്ല, ചെയ്യാമെന്ന് പറ. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇണയെ തേടിയുന്ന പടത്തിന് പുതിയ ഒരാൾ വന്നത്. അയാളുടെ സഹായിയായിട്ട് അന്നുണ്ടായിരുന്നത് ഔസഫ് ബച്ചൻ. പുള്ളി വയലിനാണ് പുള്ളിയുടെ തട്ടകം. അങ്ങനെ ആ സിനിമ അതിൽ ശങ്കരാടി ഒരു ചെറിയ ഗസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പുതുമുഖം. അതിൽ ഹീറോ ആയി അഭിനയിച്ചത് കലാശാല ബാബുവാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ഷൂട്ടിംഗ് എറണാകുളത്ത് തീർത്തു. അപ്പോൾ സിനിമ ഡയറക്ടറായി. സിനിമയിൽ ആന്റണി കണ്ടെടുത്ത സൗഹൃദങ്ങൾക്ക് ആഴവും പരപ്പുമുണ്ടായിരുന്നു. പ്രഗത്ഭരും പ്രശസ്തരുമായ പലരും ഇദ്ദേഹത്തിന്റെ ചങ്ങാതിമാരായി വന്നു. മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ മഹാനടന്റെ ഉദയവും വളർച്ചയും അടുത്തുനിന്ന് കണ്ട ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. എൻ്റെ രണ്ടാമത്തെ ചിത്രം, അതായത് വയൽ, അത് കലു ഡെന്നീസാണ് അത് തിരക്ക് ആദ്യമായിട്ട് എഴുതുന്നത്. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് ഭയങ്കര ഇഷ്ടമായേണ്ട സുഹൃത്തുക്കൾ വർക്ക് കിട്ടി, ഇവർ വർക്ക് കിട്ടുന്ന പറയുന്ന മാതിരി ജോൺ പോളിന് ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തു തിരക്കഥ എഴുതാനുള്ള അവസരം. രണ്ടാമത്തെ പടത്തിൽ കലു ഡെന്നീസ്. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഈ ചുറ്റിപ്പറ്റി ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചു ഇത് ആരാണത്, നിങ്ങളെ കാണാൻ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ. പറഞ്ഞു എൻ്റെ അന്നത്തെ അസിസ്റ്റൻസ് കെ ജി ജോർജിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. കെ ജി ജോർജിൻ്റെ മേള ചിത്രത്തിന് അഭിനയിച്ചൊരു പയ്യനാണ് ഈ കാണാൻ കൂടെ വരുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ വേഷമില്ല, നമ്മൾ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ആൾക്ക് ക്യാൻസലില്ല, എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞു ഇതിൻ്റെ വർക്ക് 10 ദിവസം ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇതിൻ്റെ വർക്കിന് മദ്രാസിലേക്ക് ഇതിൻ്റെ പോസ്റ്റ് വർക്കിൻ്റെ ആവശ്യത്തിന് പോവുക. അപ്പോൾ റഷസ് കാണണം ആദ്യം. അതിന് പോകുമ്പോൾ എൻ്റെ ഞാൻ ഈ സെക്കൻഡ് ക്ലാസ്സിലാണ് പോയത്. ഫസ്റ്റ് ക്ലാസ് ആർബടൊന്നും പണ്ടുമില്ല, പോയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു ഈ ചെറുപ്പക്കാരിരിക്കണം സെയിം കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു താനെ ഇടയ്ക്ക് ഷൂട്ടിങ്ങിന് വന്നില്ലേ? ഞാൻ കാണാൻ വന്നിരുന്നു. കാണാൻ അങ്ങനെ ഇത് കഴിഞ്ഞ് മദ്രാസിലെത്തി. അപ്പോൾ അങ്ങനെ പറഞ്ഞിങ്ങനെ മേളയിൽ ഒത്തിരി വർക്കുണ്ട്, അപ്പോൾ അതിന് ചെറിയൊരു സീനുണ്ട്, മദ്രാസിലെ ബാക്കി വർക്ക് അതിന് പോവുകയെന്ന് പറഞ്ഞു. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് മദ്രാസിലെത്തി. അയാൾ കാറിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഷൂട്ടിങ്, ഞങ്ങൾ പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്.
റഷസ് ഒന്ന് പ്രസാദ് സ്റ്റുഡിയോയിലാണ് എൻ്റെ റഷസ് അടിച്ച് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാൻ വേണ്ടി ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഓപ്പോസിറ്റ് മുറിയിൽ ഈ ചെറുപ്പക്കാരൻ നിൽക്കണം. ഓ, തനിക്ക് ഇവിടെയാണ് മുറി? അതെ, ഇവിടെയാണ് മുറി തന്നിരിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ടോക്കറ്റീവ് ആയതുകൊണ്ട് ഇത്രയും കണ്ടപ്പോൾ സംസാരം തുടങ്ങി. താനെ എവിടെയാണ്, എൻ്റെ വീട് എവിടെ? ചെമ്പിലാണ്, ഞാൻ എറണാകുളത്താണ് അതെന്ന് പറഞ്ഞു. പേരെന്താ? മുഹമ്മദ് കുട്ടി. പിറ്റേ ദിവസം ഇതുപോലെ പോയിട്ട് അന്നും ആയില്ല രക്ഷത്. അന്ന് ഞാൻ രമേശ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ഓണർ. ഈ പ്രസാദിൽ കുറച്ച് ചൂടായി സംസാരിക്കേണ്ടി വന്നു. കാരണം ഈ നിൽക്കുന്ന ദിവസങ്ങളിലെ കാശ് നിങ്ങൾ തരണം, രക്ഷത് കാണാമെന്നുണ്ടോ വന്ന് ഇന്ന ദിവസം രക്ഷ എന്ന് പറഞ്ഞിട്ട് ചൂടാക്കി. ഇത് അവിടെ നിന്ന് വന്ന് അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ എനിക്ക് കൂട്ടിനാരുമില്ല. ആ ഹോട്ടലിലെ ഫുഡ്, അവിടുത്തെ ഫുഡ് പുറത്തുനിന്ന് വരുത്താണ്. ഞാൻ അയാൾ പറഞ്ഞു വാഹത്താൻ പാടും, നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലുണ്ട്, നോൺ കിട്ടുന്ന പല സിനിമക്കാരുടെയും നല്ല വേലു മിൽസ് ഹോട്ടൽ. ഞാൻ ഇവിടെ നിന്ന് ഇവനെയും കൂട്ടി നടന്നു. അന്ന് കൂടുതൽ പരിചയമായി. അപ്പോൾ പുള്ളി ഒന്നും ഇടില്ല. അങ്ങനെ അവിടെ നിന്ന് വേലു മിൽസ് ഹോട്ടലിൽ പോയി. അവിടെ പ്രത്യേക ടേസ്റ്റുള്ള കുറച്ച് ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അങ്ങനെ ആ ഒരു ആത്മബന്ധം തുടങ്ങി. അത് അതിൻ്റെ പിറ്റേ ദിവസം രക്ഷസായി, സിനിമ വയലിൻ്റെ രക്ഷസായി. അപ്പോൾ ഇയാൾ എനിക്കിന്ന് ഉറക്കണ്ടോ വെച്ചു. ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. താൻ പാടോ, താൻ സിനിമയുടെ രക്ഷസ് ഉണ്ടോ വെച്ചു. ഇല്ല, ഞാനൊന്നും അറിയും. വാ. അങ്ങനെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മുഹമ്മദ് കുട്ടി ആദ്യമായിട്ടൊരു സിനിമയുടെ രക്ഷസ് കാണുന്നത്, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്നത് കാണുന്നത് അതാണ്. ആ ബന്ധം തുടങ്ങി. പിന്നീട് എറണാകുളത്ത് വന്ന് ആഴ്ചയിലൊരു ദിവസം ഇന്നത്തെ മമ്മൂട്ടി വരും അവിടെ.